അപ്പോൾ അമീബയ്ക്ക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്. എല്ലായിടത്തും ഉണ്ട്. ലോകത്ത് പലതരത്തിലുള്ള അമീബ ഉണ്ട്. ഒന്ന് നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്നത് 99% ആണ് മോർട്ടാലിറ്റി. 100 പേർക്ക് രോഗം ബാധിച്ചാൽ 99 പേരും മരിച്ചു പോകും. അക്കാന്ത് അമീബയാണെങ്കിൽ 100 പേർക്ക് രോഗം ബാധിച്ചാൽ 70 പേരും മരിച്ചു പോകും. 30 പേര് മാത്രമേ ജീവിക്കുള്ളൂ. പക്ഷേ 2020 മുതൽ നമുക്കൊരു നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കോഴിക്കോട്. നിപ്പ ഔട്ട് ബ്രേക്കിൽ ലോകത്ത് മരണം 70% മുകളിലാണ്. പക്ഷേ 2023 നമുക്കത് 33% കൊണ്ടുവരാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ അനുഭവത്തിലൂടെ ഡോക്ടേഴ്സ് വൈറൽ ഇതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, റെംഡെസിവിർ കൊടുക്കുന്നു, പ്രിവെൻറ്റീവായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ തന്നെ പരിശോധനാ സംവിധാനങ്ങളും ഇത് ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുമ്പോൾ ഇതെന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകത്തില്ല. അങ്ങനെയാണ് ആദ്യം ഡോക്ടേഴ്സ് മസ്തിഷ്ക ജ്വരം ഉണ്ടായാൽ എന്താണ് വൈറൽ പാനൽ മുഴുവൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയാൽ അവർ അടുത്തത് നോക്കും, അമീബയാണോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 99% മോർട്ടാലിറ്റി മരണമുള്ള ഒരു രോഗത്തെ കേരളത്തിൽ മരണനിരക്ക് 24% മാത്രമാണ്.